ഹേ ഗൈസ്, എല്ലാവർക്കും സ്പോർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഔട്ട്ഡോറിലോട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവസാനത്തെ 2 വീഡിയോയിലെ ഇൻഡോർ നൈറ്റിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ഗ്രെയിൻസും പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. സോ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീണ്ടും ഔട്ട്ഡോറിലോട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, எதிர்காணும் யாவுமே தீண்ட தூண்டும் அழகா நானே நானாயிருப்பேன் நாளில் பூராய் வசிப்பேன் போலே வாழ்ந்தே சலிக்கும் வாழ்வை மறுக்கிறேன் வாகாய் வாகாய் வாழ்கிறேன் പാകായി പാകായി. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസും വീഡിയോ എഡിറ്റിങ്സൊക്കെ കാണുന്ന ടൈമിൽ ഇതുപോലത്തെ ഒരു എഫക്റ്റ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇതുപോലത്തെ ഒരു ഐ ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എഫക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഐ-സേബർ എഫക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐ-സേബർ എഫക്റ്റ് നമ്മുടെ ഫോണിൽ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് അലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രം മതി. ഓക്കെ, സോ അലൈറ്റ് മോഷൻ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് അടിപൊളിയായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനോടൊപ്പം. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് അപ്പോൾ നിങ്ങൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ കളറിൽ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. സോ ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് പ്രോജക്റ്റ് എടുക്കാം. അത് നിങ്ങൾക്ക് റേഷ്യോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ 16:9 എന്ന റേഷ്യോ എടുത്തേക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു വീഡിയോ ആണ് വേണ്ടത് ജസ്റ്റ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ആക്കാമെന്ന്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഷേപ്സ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ഒരു സർക്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ഷേപ്പിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഇതനുസരിച്ച് ആ ഒരു ഐയുടെ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. അതിനുശേഷം നിങ്ങൾ ആ ഒരു സർക്കിളിൽ വീണ്ടും പോയിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഐൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് സൈസൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ അതിൻ്റെ എല്ലാ കൺട്രോൾസും ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങളങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഐ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ആ ഒരു സർക്കിൾ 1 തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഐക്കിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെറ്റ് ആക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ആ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ഈ ഇപ്പുറത്തെ ഐയിലും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, വേണം നിങ്ങൾക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു വീഡിയോ മൂവ് ആവുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു ഐസ് മൂവ് ആവുന്നുണ്ട്. ഓക്കെ, വലിയ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്താൽ സംഭവം സെറ്റായിട്ട് വരും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐസിൽ കളറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സർക്കിൾ ലെസൺ സെലക്ട് ചെയ്യുക. എഫക്റ്റ് ഓപ്ഷനിൽ വന്നതിന് ശേഷം ആഡ് എഫക്റ്റിൽ പോയിട്ട് കളർ ആൻഡ് ലൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാക്കി. അപ്പോൾ കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ കളറൈസ് എന്ന് പറയുന്നൊരു ടൂൾ കാണാൻ സാധിക്കും. അപ്പോൾ അത് ആ ഒരു കളറൈസ് എടുക്കുക. ദെൻ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൽ പോയതിന് ശേഷം നമുക്കിവിടെ കളർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തത്. വീണ്ടും ആ ഒരു സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം അതായത് നമ്മൾ നേരത്തെ കളറൈസ് സെലക്ട് ചെയ്ത ആ ഒരു ഐസ്. ഓക്കെ, ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റിൽ പോവാം. ആഡ് എഫക്റ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ബ്ലർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ബ്ലർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സൂം ബ്ലർ എന്ന് പറയുന്നൊരു ബ്ലർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സൂം ബ്ലർ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൽ പോയതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ആ ഒരു സൂം ബ്ലർ എടുക്കുക. ഓക്കെ, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ഒരു പ്ലസ് ഐക്കൺ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. ഓക്കെ, പ്രത്യേകിച്ച് വേറെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സെൻറ്റർ പൊസിഷനിൽ വന്നതിന് ശേഷം ജസ്റ്റ് ആ ഒരു സ്ട്രെങ്ത് ഒന്ന് കുറച്ചെടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ദെൻ ഒന്ന് കൂട്ടി കൊടുക്കുക. ദെൻ അവസാനത്തെ എൻ പൊസിഷനിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ചും കൊടുക്കുക. ആ ഒരു സ്ട്രെങ്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എഫക്റ്റിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് എക്സ്പോഷർ ആൻഡ് ഗ്യാമ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഗാമയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. ഓഫ്സെറ്റും അതുപോലെ കൂട്ടാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഐ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റേ ഐയിലും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു സർക്കിൾ സെലക്ട് ആക്കുക. അതിനുശേഷം എഫക്റ്റിൽ പോയതിനു ശേഷം ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മറ്റേ സർക്കിൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എഫക്റ്റിൽ വന്നതിന് ശേഷം ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് അടിക്കുമ്പോൾ നമ്മുടെ ഐസ് 2 സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം.
ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എഡിറ്റിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലും അടിപൊളി കണ്ടൻസ് ഒക്കെ നമ്മൾ തിരിച്ചു തരുന്നതാണ്. അപ്പോൾ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.